അല്പം വിവാദത്തിനും എനിക്ക് കുറച്ച് കൂടുതൽ ഇമെയിൽ കത്തുകൾക്കും ഇട നൽകിയേക്കാവുന്ന ഒന്നാണ് എൻ്റെ ഇന്നത്തെ വിഷയം. മിതമായ മദ്യപാനം കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്നതാണ് വിഷയം. മിതമായ മദ്യപാനത്തിന്റെ പ്രയോജനങ്ങളെപ്പറ്റി പറയുന്നതിന് മുമ്പ് ഒരു തുള്ളി പോലും മദ്യം കഴിക്കാൻ പാടില്ലാത്ത ചിലരെ പറ്റി ആദ്യം പറയാം. ആൽക്കഹോളിക്സ്, അതായത് മദ്യം കഴിക്കുവാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ അത് സ്വയം നിയന്ത്രിക്കാൻ കഴിവില്ലാതെയാകുന്നവരാണ് ഇക്കൂട്ടർ. ആൽക്കഹോളിസം പരമ്പരാഗതമായി തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് ജീനിലൂടെ പകർത്തപ്പെടുന്ന ഒരു രോഗമാകിയാൽ ആൽക്കഹോളിസം ഫാമിലി ഹിസ്റ്ററി ആയിട്ടുള്ളവർ മദ്യപിക്കാതിരിക്കുന്നതാണ് ഏറെ ഉചിതം. ഗർഭിണികളായ സ്ത്രീകൾ ഒരു കാരണവശാലും മദ്യം ഉപയോഗിച്ചുകൂടാ. ലിവറിന് അസുഖമുള്ളവരും പാൻക്രിയാറ്റൈറ്റിസ് എന്ന രോഗമുള്ളവരും മദ്യം പൂർണ്ണമായി വർജിക്കേണ്ടതാണ്. ഉറക്ക ഗുളികകളും ട്രാങ്കുലൈസേഴ്സിനോടും കൂടി മദ്യം പാടില്ല. ഡ്രൈവ് ചെയ്യുന്നതിന് മുമ്പ് മദ്യം ഉപയോഗിക്കുന്നത് ആത്മഹത്യാപരമാണ്. അമേരിക്കയിലെ പ്രായപൂർത്തിയായവരിൽ 54% ആളുകൾ കുറച്ചെങ്കിലും മദ്യം ഉപയോഗിക്കുന്നവരാണെന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. മധ്യവയസ്കരിലും പ്രായമായവരിലും മിതമായ മദ്യപാനം മൂലം ചില പ്രയോജനങ്ങൾ ഉള്ളതായി പല ശാസ്ത്രീയ പഠനങ്ങളും അടുത്ത കാലത്ത് പുറത്തു വന്നിട്ടുണ്ട്. എല്ലാ കാരണങ്ങൾ കൊണ്ടുള്ള രോഗങ്ങളും മരണവും മിതമായി മദ്യം ഉപയോഗിക്കുന്നവരിൽ തങ്ങളുടെ സമപ്രായക്കാരെക്കാള് താരതമ്യേന കുറവാണ്. ഈ പശ്ചാത്തലത്തിലാണ് അമേരിക്കയിലെ NIH നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് സ്പോൺസർ ചെയ്തതും വൈദ്യശാസ്ത്ര രംഗത്തെ ആധികാരിക പ്രസിദ്ധീകരണവുമായ ആനൽസ് ഓഫ് ഇന്റേണൽ മെഡിസിനിൽ വന്നിട്ടുള്ള ഒരു പഠന റിപ്പോർട്ട് ശ്രദ്ധയാകർഷിക്കുന്നത്. 16 വർഷം ദീർഘിച്ചതും 51,596 പേരെ നിരീക്ഷിച്ചതിന് ശേഷമുള്ളതുമായ ഈ പഠനം കാണിക്കുന്നത് മിതമായി മദ്യം ഉപയോഗിക്കുന്നവരിൽ ഹൃദ്രോഗവും ഹൃദ്രോഗം മൂലമുള്ള മരണങ്ങളും താരതമ്യേന കുറഞ്ഞിരിക്കുന്നുവെന്നാണ്. ഇതിനു മുമ്പ് ഇത്തരം റിപ്പോർട്ടുകൾ വന്നപ്പോൾ ഡോക്ടർമാര് രോഗികളെ ഉപദേശിച്ചിരുന്നത് വണ്ണം കുറയ്ക്കുക, ദിവസവും എക്സസൈസ് ചെയ്യുക, പുകവലിക്കാതിരിക്കുക, ഭക്ഷണത്തില് സാച്ചുറേറ്റഡ് ഫാറ്റിന്റെ അംശം കുറയ്ക്കുക. ഇതൊക്കെ ചെയ്താൽ മിതമായ മദ്യപാനം മൂലമുള്ള അതേ പ്രയോജനം നിങ്ങൾക്കും കിട്ടിക്കൊള്ളുമെന്നാണ്. എന്നാൽ ഈ ബൃഹത്തായ പഠനത്തിൽ പങ്കെടുത്തവരിൽ 8,867 പേര് വണ്ണം കുറഞ്ഞവരും ബോഡി മാസ് ഇൻഡെക്സ് 25 കുറവുള്ളവരും ദിവസവും 30 മിനിറ്റ് എക്സസൈസ് ചെയ്യുന്നവരും പുകവലിക്കാത്തവരും ഭക്ഷണത്തിൽ സാച്ചുറേറ്റഡ് ഫാറ്റ് കുറച്ചിട്ടുള്ളവരുമായിരുന്നു. ഇവരുടെ ഇടയിൽ പോലും മിതമായി മദ്യം ഉപയോഗിക്കുന്നവരിൽ അതേ ആരോഗ്യസ്ഥിതിയുള്ള ഇതേ ജീവിത രീതി പിന്തുടരുന്നവരുമായ ആൾക്കാരെക്കാള് ഹൃദ്രോഗം കുറവായി കണ്ടു. മറ്റൊരു വിധത്തിൽ പറഞ്ഞ ഈ പഠനം ആരോഗ്യ സംരക്ഷണാർത്ഥം ചെയ്യുന്ന മറ്റു ജീവിത ക്രമീകരണങ്ങളോടൊപ്പം തന്നെ മിതമായി അല്പം മദ്യം ഉപയോഗിക്കാമെങ്കിൽ കൂടുതലായ പ്രയോജനം ലഭിക്കുമെന്നാണ്. മിതമായ മദ്യം ഉപയോഗിക്കുന്നവർക്ക് മാത്രമേ, വീണ്ടും ഞാൻ പറയട്ടെ, മിതമായി മദ്യം ഉപയോഗിക്കുന്നവർക്ക് മാത്രമേ ഈ പ്രയോജനം കിട്ടുകയുള്ളൂ. അമിതമായി മദ്യപിക്കുന്നവരിൽ എല്ലാ കാരണങ്ങൾ മൂലവുമുള്ള അസുഖങ്ങളും മരണനിരക്കും കൂടിയിരിക്കുന്നു. അതുകൊണ്ട് മിതമെന്ന വാക്ക് കുറച്ചുകൂടി സൂക്ഷ്മമായി നിർവചിക്കേണ്ടിയിരിക്കുന്നു. ദിവസവും 1-2 ഡ്രിങ്കാണ് മിതമെന്ന് പറയുന്നത്. അതിൽ കൂടിയാൽ അമിതമെന്ന് കരുതണം. 12 ഔൺസ് ഉള്ള ഒരു ബിയർ ക്യാൻ ഒരു ഡ്രിങ്കാണ്. അത്തരം 2 ക്യാൻ ആകാം. 5 ഔൺസ് കൊള്ളുന്ന ഒരു ഗ്ലാസ് വൈൻ ഒരു ഡ്രിങ്കാണ്. അതുകൊണ്ട് അത്തരം 2 ഗ്ലാസ് വൈനാകാം. 80 പ്രൂഫുള്ള വിസ്കിയോ ബ്രാൻഡിയോ വോഡ്കായോ 1.5 ഔൺസ് ആകുമ്പോൾ ഒരു ഡ്രിങ്കാണ്. അത്തരത്തിൽ 2 ഡ്രിങ്ക് ആകാം.
40% പ്രൂഫുള്ള ലിക്കർ ആണെങ്കിൽ ആനുപാതികമായി അളവുകൾക്ക് മാറ്റം വരുത്താം. ഈ പഠനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നവരെല്ലാം തന്നെ പുരുഷന്മാരായിരുന്നു. എങ്കിലും സ്ത്രീകൾക്കും മിതമായ മദ്യപാനം പ്രയോജനം ചെയ്യും എന്ന് കരുതപ്പെടുന്നു. 2005 ന്യൂ ഇംഗ്ലണ്ട് ജേർണൽ ഓഫ് മെഡിസിനിൽ വന്ന നേഴ്സസ് സ്റ്റഡിയിലും ഇത് തന്നെയാണ് കാണിക്കുന്നത്. മാത്രവുമല്ല, മിതമായി മദ്യം ഉപയോഗിക്കുന്ന സ്ത്രീകളിൽ അൽഷൈമേഴ്സ് ഡിസീസ് കുറവായും കാണപ്പെട്ടു. ശാസ്ത്ര പഠനങ്ങൾ ഒന്നും നടത്തിയിട്ടല്ലെങ്കിൽ തന്നെയും ബൈബിളില് 2000 വർഷങ്ങൾക്ക് മുമ്പ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതും ഇത് തന്നെയാണ്. 1 തീമോത്തി 5-ാം അധ്യായം 23-ാം വാക്യത്തില് പൗലോസ് തന്റെ ശിഷ്യനായ തീമോത്തിയോസിന് എഴുതുന്നു, ഇനിമേലിൽ നീ വെള്ളം മാത്രം കുടിക്കാതെ നിന്റെ അജീർണാവസ്ഥയും കൂടെയുള്ള ക്ഷീണവും കാരണം അല്പം വീഞ്ഞ് ഉപയോഗിച്ചു കൊള്ളണം. അമിത മദ്യപാനികള് തങ്ങളുടെ മദ്യപാനം ന്യായീകരിക്കുവാന് പൗലോസിന്റെ ലേഖനവും ആനൽസ് ഓഫ് ഇന്റർണൽ മെഡിസിനിലെ ആർട്ടിക്കിളും എല്ലാം ഉദ്ധരിക്കുമെന്ന അപകടം ഞാൻ ശരിക്കും മനസ്സിലാക്കുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ പ്രിവന്റീവ് മെഡിസിൻ പ്രൊഫസർ ആശുപത്രിയിൽ അമിത മദ്യപാനം മൂലം തുടർച്ചയായി രോഗികളായി വന്നുകൊണ്ടിരുന്ന 20 പേരെ വിളിച്ച് അവർക്ക് വേണ്ടി മദ്യപാനത്തിന്റെ ദൂഷ്യങ്ങളെപ്പറ്റി ഒരു ബോധവൽക്കരണ ക്ലാസ് എടുത്തു. മദ്യത്തിന്റെ മാരകമായ അപകടം കാണിക്കുവാന് അദ്ദേഹം ഒരു ഗ്ലാസ് കുപ്പിക്കുള്ളില് ജീവനോടെ ഓടി നടന്നുകൊണ്ടിരുന്ന വിരയും കൃമികളുമുള്ള വെള്ളത്തിലേക്ക് ഒരു തുടം ആൽക്കഹോൾ ഒഴിച്ചു. വിരയും കൃമികളുമെല്ലാം തൽക്ഷണം ചത്തുപോയി. ഇത് നോക്കിക്കൊണ്ടിരുന്ന എന്റെ സ്വദേശിയും മേപ്രാൾക്കാരനും സ്ഥിരം മദ്യപാനിയുമായിരുന്ന കുട്ടിച്ചേട്ടനോട് ഡോക്ടർ ചോദിച്ചു, ഗുണപാഠം മനസ്സിലായോ എന്ന്. കുട്ടിച്ചേട്ടൻ തികഞ്ഞ നിഷ്കളങ്കതയോടെ പറഞ്ഞു, പരിപൂർണമായി മനസ്സിലായി. വിരയുടെയും കൃമിയുടെയും ഉപദ്രവമുള്ളവര് എല്ലാ ദിവസവും അല്പം ചാരായം കുടിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് എനിക്കിപ്പോൾ പൂർണ്ണ വിശ്വാസമായി. ഇത് ചിക്കാഗോയിൽ നിന്ന് ഡോക്ടർ റോയ് പി തോമസ്. വരുന്ന ആഴ്ചയും ഇതേ സമയം വീണ്ടും കാണാം. നിങ്ങൾക്ക് നന്ദി. സുരേഷ്, ചേച്ചി അമേരിക്കയിൽ പോയിട്ട് എന്തൊക്കെയുണ്ട് വിശേഷം? അമേരിക്കയിൽ പോയിട്ടോ? പ്രധാന വിശേഷം, അവിടെ ഞാൻ ചെന്ന എല്ലാ മലയാളികളുടെ വീട്ടിലും ഞാൻ കണ്ടു നമ്മുടെ ഭാഷാപത്രം കേരള എക്സ്പ്രസ്. കെട്ടിലും മട്ടിലും ഉള്ളടക്കത്തിലും ഗംഭീരം തന്നെ കേരള എക്സ്പ്രസ്. നേരറിയാൻ നേരത്തെ അറിയാൻ എല്ലാ ചൊവ്വാഴ്ചയും ഷിക്കാഗോയിൽ നിന്ന് മലയാളികളുടെ മനസ്സറിഞ്ഞ പത്രം കേരള എക്സ്പ്രസ്. വായിക്കുക, വരിക്കാരാവുക. കഴിഞ്ഞ 20 വർഷങ്ങളായി ടാക്സ് രംഗത്ത് ഷിക്കാഗോയിൽ ഒന്നാമനായി നിൽക്കുന്ന ജയ്ബു മാത്യു. Your satisfaction is guaranteed. Contact 7737922117 3127186337. മഹാറാണിയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഗൃഹോപകരണങ്ങൾ തിരഞ്ഞെടുക്കുവാനും മറ്റു വയർലെസ് സേവനങ്ങൾ എടുക്കുവാനും ഒരു വിശ്വസ്ത സ്ഥാപനം മഹാറാണി അപ്ലയൻസസ് ആൻഡ് വയർലെസ് സർവീസസ്. ഓതറൈസ്ഡ് ഡീലേഴ്സ് ഓഫ് സിംഗുലർ, T-Mobile, Sprint, Nextel. നാട്ടിലുള്ള നിങ്ങളുടെ ഉറ്റവരെയും സുഹൃത്തുക്കളെയും കുറഞ്ഞ നിരക്കിൽ വിളിക്കുവാൻ മഹാറാണിയിൽ നിന്നും സർവീസ് അക്കൗണ്ട് എടുക്കുക. നോ സ്വിച്ചിങ്, നോ കണക്ഷൻ ചാർജ് പെർ സെക്കൻഡ് ബില്ലിംഗ്. 15 വർഷമായി ഹിൽസൈഡ് ന്യൂയോർക്കിൽ പ്രവർത്തനം തുടരുന്ന ഒരു മലയാളി സ്ഥാപനം മഹാറാണി, ദ ക്യൂൻ ഓഫ് ന്യൂയോർക്ക്. പത്രമാധ്യമങ്ങൾക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും വേൾഡ് അയ്യപ്പ സേവാ ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച്. അമേരിക്കയിൽ വേൾഡ് അയ്യപ്പ സേവാ ട്രസ്റ്റിൻ്റെ പ്രവർത്തനം ഞങ്ങൾ തുടങ്ങുകയാണ്.